നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഇതേക്കുറിച്ചിട്ട് പലവട്ടം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പരസ്പരമുള്ള ഈ കമ്മ്യൂണിക്കേഷനിലുള്ള ട്രാൻസ്പെറൻസി, അതാണ് നമ്മുടെ കോൺഷ്യസ്നസ് ലെവലിനെ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്, അതെല്ലാം കേൾക്കൽ തന്നെയാണ്, ആഹരിക്കുന്നത്. എത്രത്തോളം നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കോൺഷ്യസ്നസ് ലെവലിനെ നിശ്ചയിക്കുന്നു. എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടേക്ക് പ്യുവറായിട്ട് പോകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പോകുമ്പോൾ അതിനെ ഓസ്മോസിസ് എന്ന് പറയാം. ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഉള്ളിലേക്ക് പോകുന്നു, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അതേപോലെ തന്നെ പ്യൂരിറ്റിയോടുകൂടി പ്രവഹിക്കുന്നു. പെർഫെക്റ്റ് ഓസ്മോസിസ്. അങ്ങനെയാകുമ്പോൾ ഞാനെന്നുള്ള ഭാവം പെർഫെക്റ്റ് ഐഡൻറ്റിറ്റിയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതെന്ന് കണക്കാക്കാം. അപ്പോൾ ഈ യാത്രയുടെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ പല 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 മെംബ്രെയിൻസ് ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. പല പല വെയിൽസ്, നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷനെ ബ്ലോക്ക് ചെയ്യുന്ന വെയിൽസ്, നമ്മുടെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് നമുക്കിതിനെ പറയാം. എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. എത്ര അഭിനയിച്ചാലും നമുക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫെയ്ത്താണ്, വിശ്വാസമാണ്, ഫൗണ്ടേഷനാണ്. അവിടെ നിന്നേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറം എവിടെ പോകുമ്പോൾ നമ്മൾ ഒന്നുകിൽ മിണ്ടാണ്ടാവുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടിട്ട് പോകുന്നു, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, നമുക്ക് പറ്റുന്നില്ല.
എല്ലായിടത്തും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി, എപ്പോഴും എന്നെ പ്രകടിപ്പിക്കുന്നവൻ ആണ് യഥാർത്ഥ ജ്ഞാനി എന്നൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എത്ര ഹൈ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ തലങ്ങളെ നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ റിവീൽ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പൊട്ടൻഷ്യലിനെ റിവീൽ ചെയ്യാം. എത്രത്തോളം നമുക്ക് ലോകമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം എനിക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഉള്ളിലേക്കുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ പരിശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള സോഴ്സിനെ എനിക്ക് പുറത്തേക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ റിയാക്ട്, ക്രിയേറ്റ് ഏകദേശം ഒരേ ആൽഫബറ്റ്സിനാണ്. നമ്മൾ സാധാരണ റിയാക്ട് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. കാരണം എന്താണ്? മുമ്പെയുള്ള അനുഭവങ്ങളുമായിട്ട് നമ്മളതിനെ കണക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ തടസ്സപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. ആക്സെപ്റ്റൻസ് ഒക്കെ നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അബ്സല്യൂട്ടായിട്ടുള്ള ആ ക്രിയേറ്റിവിറ്റിയിലേക്ക്, ക്രിയേറ്ററിൻ്റെ ക്രിയേറ്റിവിറ്റി, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അവിടേക്ക് കണക്ട് ചെയ്യുന്നവരെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ ഈ ക്രിയേറ്റീവ് ടാലൻറ്റിലേക്ക് കണക്ട് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് എപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ചിന്താഗതി വേണം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണം എന്നെല്ലാം പറയുന്നു. നമ്മൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും എക്സ്പ്രസ് ചെയ്യാം, വേദനിപ്പിക്കാതെ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്ന് ശ്രീ നാരായണ ഗുരു പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം, വാക്ക് മാത്രമല്ല, ചിന്തകൾ വാക്കിൽ തുടങ്ങണം. ആ എക്സ്പ്രഷൻ എവിടെയും ഒരു തരത്തിലും ഹേർട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഞാൻ ക്രിയേറ്ററിനോട് അടുക്കുകയാണ്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ എക്സ്പ്രഷൻസ് നമുക്ക് പല രീതിയിലും കാണാം. കലകളിൽ കാണാം, അതുപോലെ തന്നെ നമ്മുടെ റിച്വൽസിൽ കാണാം. നമ്മൾ ഡിസ്കസ് ചെയ്തു തെയ്യങ്ങളും അതുപോലെ തന്നെ പല വേഷങ്ങളും കേട്ടിട്ട് ഇന്ത്യ വേറെ രാജ്യങ്ങൾ ചെയ്യുന്ന പ്രകൃതിയുടെ ആ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്രിയേറ്റീവ് ടാലൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവത്തെ ഹാലൂസിനേഷനായിട്ട് നമ്മൾ വ്യത്യസ്തപ്പെടുത്തുക? മനസ്സിൻ്റെ ഒരു ചിന്തയാണ്, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഒരാൾ ഈശ്വരനെ കണ്ടു, അനുഭവിച്ചു എന്നുള്ള ഒരു വർത്തമാനം പറയുമ്പോൾ അതൊക്കെ നല്ല തോന്നലാവും. പലരും ഡ്രഗ്സ് എടുത്തിട്ടും അതുപോലെ തന്നെ ആൽക്കഹോൾ എടുത്തിട്ടും എവിടേക്കോ എത്തിയിട്ട് സംസാരിക്കുന്നത് പോലെ, കവിത പറയുന്ന പോലെ തോന്നും. അത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എപ്പോഴാണ് ആവുന്നത്? ആ ടാലൻറ്റ്, ആ പ്രകടിപ്പിക്കുന്ന ആ സ്വഭാവം പെർമനൻ്റ് ആകുമ്പോൾ, ഉള്ളിലേക്കൊരു കണക്ഷൻ വന്നിട്ട് ആ തലത്തിൽ പെരുമാറാനുള്ള സ്വഭാവം പിന്നെയും വരുമ്പോഴാണ് യഥാർത്ഥ കലാകാരനാവുന്നത്. ഈ കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് എന്തോ ഒരു അനുഭവം ഉണ്ടായി, അത് കവിതയായി, പാട്ടായി, പക്ഷേ ആ വ്യക്തിയെ മാറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ കലാകാരൻ തന്നെ ആ സ്റ്റേറ്റ് അയാളെ റിഫ്രഷ് ചെയ്യണം, അയാളുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. പിന്നെ അവിടെ നിന്നായിരിക്കും അയാൾക്ക് എക്സ്പ്രഷൻ ഉണ്ടാവും. ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഈ ക്രിയേറ്റീവ് ടാലൻറ്റ് എക്സ്പ്രസ് ചെയ്ത സയൻറ്റിസ്റ്റുകളെ നമുക്കറിയാം, കലാകാരന്മാരെ അറിയാം. അവരൊക്കെ ആ ക്രിയേറ്റിവിറ്റി സ്പർശിച്ചു, പ്രകൃതി അതിനുള്ള അവസരം കൊടുത്തു, പക്ഷേ അവരവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവിടേക്ക് എത്തിയ ഒരു വ്യക്തിയിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ഒരു പുതിയൊരാളായിരിക്കും. മുമ്പത്തെ പോലെയല്ല പിന്നെ അങ്ങനെ ഒരു വ്യക്തി പെരുമാറുന്നത്. വില്യം ജെയിംസ്, പ്രസിദ്ധനായിട്ട് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഇതിലൊക്കെ വളരെ ഡെപ്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസിനെ കണ്ടെത്തിയിട്ടുള്ള വ്യക്തികൾ, ചിലപ്പോൾ ആരോ എന്നെ കണ്ടു, ആരോ എൻ്റെ റൂമിൽ കടന്നു വന്നിരുന്നു, എൻ്റെ ഗുരുനാഥൻ്റെ പ്രസൻസ് ഞാൻ അറിഞ്ഞു. ചാരുജി മഹാരാജ്, സഹജമാർഗത്തിലെ ഗുരുനാഥൻ പറയാറുണ്ട്, ബാബുജി മഹാരാജ് അടുത്തിരിക്കുന്ന ബാബുജി മഹാരാജ് സ്മോക്ക് ചെയ്ത ഹുക്കയുടെ സ്മെല്ല് അനുഭവിക്കാറുണ്ട്. ആ ഒരു ഫീൽ ഉണ്ടാവും, കാരണം ആ ഡയമെൻഷനിലേക്ക് അവർ കണക്റ്റഡ് ആവും. അപ്പോൾ ആ വ്യക്തിത്വത്തിൻ്റെ എല്ലാ സ്വഭാവ വിശേഷതകളും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ആവുന്ന പോലെ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവും. അപ്പോൾ ഇതൊന്നും ശരിക്കും കളവല്ല. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു.
ഭഗവാന്റെ ക്വാളിറ്റീസ് വന്നു, ഒരു ഭക്തരുടെ സ്വഭാവം വന്നു, അതിനുശേഷം ആൾ ട്രാൻസ്ഫോംഡ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഇല്യൂമിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ലെങ്കിൽ അത് വെറും ഹാലൂസിനേഷൻ ആയിരുന്നു, സ്വപ്നത്തിൽ കണ്ടത്. ചാരുജി മഹാരാജ് പറയും, മാസ്റ്ററുടെ സ്വപ്നത്തിൽ കണ്ട എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ചാരുജി മഹാരാജ് അതൊരു സ്വപ്നമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഒരു സ്വപ്നം അല്ലാതെ, ഹാലൂസിനേഷൻ അല്ലാതെ നമുക്കൊരു ട്രാൻസ്ഫോർമേറ്ററി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റത്തിൽ ഈ തരത്തിലുള്ള ട്രാൻസ്ഫോർമേറ്ററി എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ടാലൻറ്റിലേക്ക് നമുക്ക് കണക്ഷൻ ലഭിക്കുന്നു. അത് ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമായിരുന്നു, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതൊരു അപ്രോച്ചായിരുന്നു, പക്ഷെ എനിക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റിവിറ്റിക്ക് വളരെ പ്രാധാന്യം, ആ തലത്തിൽ നിന്നാണ് പിന്നെ പെരുമാറുക, ആ തലത്തിൽ നിന്നാണ് നമ്മുടെ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുക. ആ തലത്തിൽ എല്ലാ ജോലിയിലും അത് കൊണ്ടുവരും. നമുക്കിത് വിടാൻ പറ്റില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ പ്രസൻ്റ് ആയിരുന്നു, അദ്ദേഹം എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്കിത് തന്നു, ഞാനിത് ഉപേക്ഷിക്കും, കാരണം എൻ്റെ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ഈ യാത്രയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന പല പേഴ്സണാലിറ്റീസും നമ്മുടെ പുരാണങ്ങൾ വായിച്ചാൽ ദേവീദേവന്മാരെ കണ്ടതായിട്ടും രാക്ഷസന്മാരെ കണ്ടതായിട്ടും ഒക്കെ കാണാം. ആ പ്രത്യക്ഷപ്പെടുന്ന ആ പേഴ്സണാലിറ്റി യഥാർത്ഥത്തിൽ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത നമ്മുടെ ഉള്ളിലുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. ഇവരെല്ലാവരും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അപ്പം അവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് അത് എനിക്ക് ശരിയാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുകയാണെങ്കിൽ അതെൻ്റെ ജ്ഞാനത്തിൻ്റെ ലെവലായി മാറും, എൻ്റെ ലെവൽ ഓഫ് നോളജ് അതായി മാറും. പിന്നെ അവിടെ നിന്നാണ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ എത്രയോ തപസ് ചെയ്യുന്നുണ്ടാവും, എത്രയോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, മാറാത്തത് കാരണം അത് ഈ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ രാവണൻ്റെ ഉദാഹരണം, അല്ലെങ്കിൽ ഹിരണ്യകശിപുവിൻ്റെ ഉദാഹരണം, രാക്ഷസന്മാരുടെ ഉദാഹരണം, അവർ ആ ഡയമെൻഷനെത്തി ആ അറിവിൽ നിൽക്കാതെ അതെടുത്തിട്ട് ഇവിടെ വന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. കുട്ടികൾ കത്തി എടുത്തിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ തീപ്പെട്ടിക്കുള്ളെടുത്തിട്ട് വേണ്ടാത്ത സാധനം കത്തിച്ച് കളയുന്ന പോലെ നമുക്കൊരു പവർ കിട്ടി, പക്ഷേ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വന്നു. അപ്പോൾ അത് വലിയൊരു ഫോളായിട്ട് മാറും. അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉള്ളിലുള്ള ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടെത്തി, അദ്ദേഹം തന്നിട്ടുള്ള ആ അറിവ് അദ്ദേഹവുമായിട്ട് യോജിച്ചിട്ടുള്ളപ്പോൾ ദുരുപയോഗപ്പെടുത്തില്ല. അപ്പോൾ ക്രിയേറ്റീവ് ടാലൻറ്റ് തീർച്ചയായിട്ടും നമ്മൾ ഇല്യൂമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഉയർത്തുന്നതായിരിക്കും, സ്വഭാവത്തിൽ പരിവർത്തനം കൊണ്ടുവന്നതായിരിക്കും, നമ്മുടെ ആന്തരികമായിട്ടുള്ള കമ്മ്യൂണിയനെ കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ആന്തരികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ഹയർ പേഴ്സണാലിറ്റീസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുറമേയുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർജമാർഗത്തിൽ പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും ഡിസ്കഷൻ തുടരാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.